മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നാം ഇന്ന് ഉയർപ്പുകാലത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഇന്നത്തെ വായനകളിൽ നമുക്ക് കാണുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഉറപ്പും ദൈവത്തിൻ്റെ കരുതലും ദൈവം നമുക്ക് ഫലമേൽപ്പിക്കുന്ന ദൗത്യമൊക്കെയാണ് നാം ഇന്ന് വായനകളിൽ കാണുന്നത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുകയും തൻ്റെ പ്രേക്ഷിത ദൗത്യം അവർക്ക് ഫലമേൽപ്പിക്കുകയും അത് നടത്തുവാനായിട്ട് യുഗാന്ത്യം വരെ യേശു അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും നൽകുന്നതും നാം കാണുന്നുണ്ട്. ഇന്നത്തെ ആദ്യത്തെ വായനയിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. തൻ്റെ ദാസനായ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് ജോഷുവയെ തിരഞ്ഞെടുത്ത ദൈവം അവരോട് പറയുന്ന കാര്യങ്ങളാണ് നാം ഇവിടെ കാണുക. മോശയുടെ കൂടെ എന്ന പോലെ തന്നെ തൻ്റെ ദൗത്യം നിർവഹിക്കാനായിട്ട് ജോഷുവയുടെ കൂടെയും ദൈവം ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പ് ദൈവം ജോഷയ്ക്ക് നൽകുന്നുണ്ട്. അതിൽ 9-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണോ കാണുക: ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതിന് വലിയ ഉറപ്പാണ് നാം ഇവിടെ കാണുക. രണ്ടാമത്തെ വായനയിലേക്ക് കടന്നു വരുമ്പോൾ ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം കാണുക. അതിൽ 2-ാമത്തെ വാക്യം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുക: നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഇവിടെയും ദൈവം കൂടെയുണ്ട് എന്നതിന് തെളിവ് തന്നെയാണ് നമുക്ക് കാണുക. ഇനി ലേഖനത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 5 മുതൽ വാക്യങ്ങളാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് പൗലോസ് അവരോട് ചോദിക്കുക. ഇവിടെയും ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പൗലോസ് ഉറച്ചു പറയുക. ഈ 3 വായനകൾ നമ്മൾ കാണുക ദൈവം നമ്മുടെ ഒപ്പമായിരിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുക. ഏതൊരു സിനിമയ്ക്കും ഒരു ക്ലൈമാക്സ് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്രിസ്തു തൻ്റെ ജീവിതത്തിന് ശേഷം തൻ്റെ പ്രേക്ഷിത ദൗത്യം ശിഷ്യന്മാർക്ക് ഭരമേൽപ്പിക്കുന്ന നാം ഇവിടെ കാണുക. ഈ ദൗത്യം നിർവഹിക്കുവാനായിട്ട് യുഗാന്ത്യം വരെ യേശു അവരുടെ ഒപ്പം ഉണ്ടായിരിക്കും, അവർക്ക് കരുത്ത് പകരുവാനായിട്ട് അവരുടെ ഒപ്പം ഉണ്ടായിരിക്കുമെന്ന് വചനത്തോടെ ക്രിസ്തു പറഞ്ഞു വയ്ക്കുക. ഈശോ തൻ്റെ മരണത്തിന് ശേഷം പല സ്ഥലങ്ങളിൽ പലതവണ പ്രതീക്ഷപ്പെടുന്നുണ്ട്. അതെല്ലാം അപ്രതീക്ഷിതമായ ചില കണ്ടുമുട്ടലുകളാണ്. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഒക്കെ യേശു പ്രതീക്ഷപ്പെടുക. എന്നാൽ ഈ തവണ മുൻകൂട്ടി ശിഷ്യന്മാർ അറിയിച്ചിട്ടാണ് ഈശോ അവരുടെ മുമ്പിലെത്തുക. ഈശോ തൻ്റെ ദൗത്യം ആരംഭിച്ചത് ഗലീലിൽ നിന്നാണ്. അതുപോലെ തന്നെ തൻ്റെ ദൗത്യം അവസരമായി കൈമാറുന്നതും ഈ ഗലീൽ തന്നെയാണ്. തൻ്റെ ദൗത്യം ആരംഭിച്ച സ്ഥലം തന്നെയാണ് ആ ദൗത്യത്തെ കൈമാറ്റത്തിനായിട്ട് ഈശോ തിരഞ്ഞെടുക്കുക. അവിടെ ഈശോ ശിഷ്യന്മാർക്ക് ചില കൽപ്പനകൾ കൊടുക്കുന്നത് നാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈശോ ശിഷ്യന്മാർക്ക് ചില ദൗത്യങ്ങൾ കൈമാറുകയാണ്. പ്രധാനമായും 4 ദൗത്യങ്ങളാണ് ഈശോ അവർക്ക് നൽകുക. ഒന്നാമതായിട്ട് നിങ്ങൾ പോകണമെന്നാണ് പറയുക. 2-ാമത്തെ ദൗത്യം എന്ന് പറയുക നിങ്ങൾ പോയി ശിഷ്യപ്പെടുത്തണമെന്നാണ് പറയുക. 3-ാമതായിട്ട് ജ്ഞാനസ്നാനം നൽകണമെന്നാണ് ശിഷ്യന്മാരോട് പറയുക. അവസാനത്തെ ദൗത്യം എന്ന് പറയുക നിങ്ങളവരെ പഠിപ്പിക്കണമെന്നാണ്. ഈ 4 ദൗത്യങ്ങളാണ് ക്രിസ്തു അവർക്ക് നൽകുക. മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും അടിസ്ഥാന ദൗത്യമാണ് നാം സ്വീകരിച്ച ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നത്. ഇത് ചിലരുടെ മാത്രം ദൗത്യമാണോ എന്ന് നാം ഒരിക്കലും കരുതരുത്. നമ്മുടെ എല്ലാം അടിസ്ഥാന ദൗത്യമാണ് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയെപ്പറ്റി പറയുക സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് എന്നാണ്. സുവിശേഷം ജീവിക്കുന്നവരാകുവാനായിട്ടാണ് നാം എല്ലാം വിളിക്കപ്പെട്ടിരിക്കുക. നാം ഏതൊക്കെ സാഹചര്യങ്ങളിലായാലും ഏതൊക്കെ മേഖലകളിലായിരുന്നാലും ആയിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് പറ്റുന്നതായ രീതിയിൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നാം എല്ലാം ബാധ്യസ്ഥരാണ്. ഈ ദൗത്യം നിർവഹിക്കുവാനായിട്ട് യുഗാന്ത്യം വരെ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് വേണ്ട ബോധ്യം ഇത് തന്നെയാണ്. എൻ്റെ ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഒപ്പമുണ്ട് എന്ന ബോധ്യമാണ് നമുക്കെപ്പോഴും വേണ്ടത്. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ചില പരാജയങ്ങളുടെ കാരണവും
ഈ ഒരു ബോധ്യമില്ലായ്മയൊക്കെ ആയിരിക്കാം. ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, സർവോപരി ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനായിട്ട്, ആ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വളരുവാനായിട്ട്, ആ ബോധ്യത്തിൽ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എൻ്റെ ക്രിസ്തു എൻ്റെ ഒപ്പമുണ്ട് എന്ന ബോധ്യത്തിൽ വളരുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.